വി കുഞ്ഞികൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് ഓഫീസ് പൊളിച്ചു മാറ്റിയതിൽ ഒരു ബന്ധവുമില്ല എന്ന് ഇടത് സ്ഥാനാർത്ഥി ടി.ഐ. മധുസൂദനൻ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വ്യാജ പ്രചാരണം നടത്തുന്ന വി കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മധുസൂദനൻ പോലീസിൽ പരാതിയും നൽകി. സി.കെ. വിജയൻ വിവരങ്ങളുമായിട്ടുണ്ട്. സി.കെ. ഇപ്പോൾ ഈ ഷെഡ് പൊളിച്ചു കളയുന്നതായുള്ള വാർത്ത, നേരത്തെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ വീടിന് മുന്നിൽ റീത്ത് വെച്ച വാർത്ത, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല. അതുകൊണ്ട് ഇതിൽ നടപടി പ്രതീക്ഷിക്കുക വയ്യ. എങ്കിലും എന്താണ് സംഭവിക്കുന്നത്? അല്ല, ഇതിപ്പോൾ വി കുഞ്ഞികൃഷ്ണനെതിരെ ടി.ഐ. മധുസൂദനും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതിയിൽ ഈ കോത്തായി മുക്കിൽ വി കുഞ്ഞികൃഷ്ണന് വേണ്ടി നിർമ്മിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ടി.ഐ. മധുസൂദനും സംഘവും അതിൻ്റെ ഉടമയെ കണ്ട് ഭീഷണിപ്പെടുത്തി അതിൻ്റെ ഭാഗമായി പൊളിച്ചു മാറ്റേണ്ടി വന്നു. ഇതാണ് ഉച്ചയ്ക്ക് സംഭവിച്ച കാര്യം. പക്ഷേ വൈകിട്ടാകുമ്പോഴേക്കും ടി.ഐ. മധുസൂദൻ്റെ സംഘത്തിന് പരാതി എന്ന് പറയുന്നത് അത്തരത്തിൽ അതുമായി പാർട്ടിക്കോ സ്ഥാനാർത്ഥിക്കോ മണ്ഡലം കമ്മിറ്റിക്കോ ഒന്നും തന്നെ ഒരു ബന്ധവുമില്ല, അത്തരത്തിൽ ഒരു ഭീഷണിയും ഉണ്ടായിട്ടില്ല. വി കുഞ്ഞികൃഷ്ണൻ സംഘവും അനധികൃതമായി അയാളുടെ ഭൂമി കയ്യേറി അവിടെ ഈ ഓഫീസ് പണിതു. ആ ഓഫീസ് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി വീട്ടുകാർ തന്നെയാണ്, ആ സ്ഥല ഉടമയാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഉത്തരവാദിത്തം ടി.ഐ. മധുസൂദൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല. ആ ഉത്തരവാദിത്തത്തിൽ അതിൽ ഞങ്ങൾക്ക് പങ്കില്ല. അതുകൊണ്ട് ഇത് രാഷ്ട്രീയമായി സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി വി കുഞ്ഞികൃഷ്ണൻ സംഘവും പ്രത്യേകം ചെയ്തതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, അതായത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ, അതോടൊപ്പം തന്നെ പയ്യന്നൂർ CI, പിന്നീട് ജില്ലാ പോലീസ് മേധാവി, ഈ 3 പേർക്കും പരാതി അയച്ചിരിക്കുകയാണ് ടി.ഐ. മധുസൂദനൻ, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. അതായത് വി കുഞ്ഞികൃഷ്ണൻ രാഷ്ട്രീയമായി സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നു, അതിൽ ടി.ഐ. മധുസൂദന സംഘത്തെയും കൂട്ടുചേർക്കുന്നു. ആ പരാതിയാണ് ഇപ്പോൾ പോലീസിന് മുൻപാകെ വന്നിട്ടുള്ളത്.